ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു UK എഡ്യു പ്ലസ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്റർ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാവുന്ന 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിലെ ആദ്യം 2 മാർക്കിന് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 3 ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, വൈ ഈസ് പബ്ലിക് ഒപ്പീനിയൻ കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ എ ഡെമോക്രസി? ഡെമോക്രസിയിൽ, ജനാധിപത്യ വ്യവസ്ഥയിൽ പബ്ലിക് ഒപ്പീനിയൻ ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് എന്ന് പറയാൻ കാരണം എന്താണ്? വൈ ഈസ് പബ്ലിക് ഒപ്പീനിയൻ കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ എ ഡെമോക്രസി? 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹൗ ക്യാൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ? ആർട്ടും ലിറ്ററേച്ചറും എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് പബ്ലിക് ഒപ്പീനിയൻ? ഡിജിറ്റൽ ഡിവൈഡ്, അതുപോലെ ഇതൊക്കെ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ട്രഡീഷണൽ മീഡിയ കൺസിഡേർഡ് ടു ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ? എങ്ങനെയാണ് ട്രഡീഷണൽ മീഡിയ പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? അതായത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു ട്രഡീഷണൽ മീഡിയ, അതായത് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, അതുകൂടാതെ ന്യൂ മീഡിയ, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയ ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ഇൻ നാവിഗേഷൻ, ദി ഇൻഫ്ലുവൻസ് ഓഫ് മോഡേൺ മീഡിയ ഓൺ പബ്ലിക് ഒപ്പീനിയൻ. 3 മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എലാബറേറ്റ് ഓൺ ദ വേസ് ഇൻ വിച്ച് ന്യൂസ് പേപ്പേഴ്സ് ക്യാൻ ബോത്ത് സ്ട്രെങ്തൻ ആൻഡ് പൊട്ടൻഷ്യലി അണ്ടർമൈൻ ദി ഡെമോക്രാറ്റിക് പ്രോസസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോകണം, കാരണം 3 മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അടുത്തതായി നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് 2 factors that hinder the formation of healthy public opinion and explain their impact. Then second one, explain how opinion polls are conducted and their significance in understanding public attitudes. Third question, discuss the ways in which art and literature can influence the formation of public opinion. Give examples. അപ്പോൾ 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന 3 ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമിന് വരും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദിക്കാം, 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും പഠിച്ച് എക്സാമിന് പോവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ സ്ട്രോങ് ആൻഡ് ഇൻഫോംഡ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ദ ഫങ്ഷനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ, എക്സാമിൻ ദി ഇൻ്റർ കണക്റ്റഡ്നെസ് ബിറ്റ്വീൻ പബ്ലിക് ഒപ്പീനിയൻ, സിവിൽ സൊസൈറ്റി ആൻഡ് എ സ്ട്രോങ് ഡെമോക്രാറ്റിക് സിസ്റ്റം based on the principles outlined in the provided text. How does each element contribute to and rely on the others? അപ്പോൾ 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ
എക്സാമിന് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ എ ഡെമോക്രസി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപ് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.